ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം നിൽക്കുന്നത് പ്രാപഞ്ചമ്പലം എന്ന സ്ഥലത്താണ്. ട്രിവാൻഡ്രത്തുള്ള പ്രാപഞ്ചമ്പലം നേമത്തിനൊക്കെ അടുത്തുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ്റെ റിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഇതിൻ്റെ റോഡ് കോമ്പറ്റീഷൻ ആറ്റിങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. അപ്പം ഇന്ന് അതിൻ്റെ റിങ്ങാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ക്രിസ്റ്റഫറുണ്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. നമുക്ക് ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വന്നിട്ട് ആ സമയം തൊട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരോ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നട്ടുവെയിലാണ്. അപ്പോൾ കുട്ടികളൊക്കെ പക്ഷേ നല്ല എനർജറ്റിക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ കോമ്പറ്റീഷന് മുമ്പ് അവർക്ക് അതിനകത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിന് കൊടുക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം അതിനകത്ത് കയറിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഓരോരോ ക്ലബ്ബായിട്ടാണ്. അപ്പോൾ ഇതിപ്പം അനന്തപുരി റോളർ സ്കേറ്റിംഗ് ക്ലബ്ബിലാണ് ഇത് നടക്കുന്നത്. പ്രാപഞ്ചമ്പലത്തിലുള്ള ഈ ക്ലബ്ബിൽ വെച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വ്യത്യാസം ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ നടന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അത് അവരറിയിക്കും. അതിനകത്ത് എനിക്കൊരു പ്രോബ്ലം എന്നല്ല, നമുക്കൊരു പ്രയാസം തോന്നിയിരിക്കുന്നത്, ഇത് ഈ കോമ്പറ്റീഷൻ നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ദിവസം മുമ്പായിരിക്കും നമുക്ക് മിക്കവാറും ഇത് എവിടെയാണ് എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അത് ട്രാവൽ അറേഞ്ച് ചെയ്യാനായിട്ടും. നമുക്ക് ഡേറ്റ് നേരത്തെ ഉണ്ടാവും, പക്ഷേ സ്ഥലം മിക്കവാറും താമസിച്ചായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് 3 എണ്ണമാണുള്ളത്. 3 ഇപ്പം ഒന്നെങ്കിൽ ഒരു റോഡും 2 റിങ്ങും വരും, അല്ലെങ്കിൽ 2 റോഡും 1 റിങ്ങും വരും. അങ്ങനെ 3 കോമ്പറ്റീഷനാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഏതാണ് ഉള്ളതെന്ന് നമ്മൾ ചിലപ്പോൾ അറിയുക ഈ ഗ്രൂപ്പിനകത്ത് വരുമ്പോഴത്തേക്കായിരിക്കും. തലേ ദിവസമായിരിക്കും പിറ്റേ ദിവസം ഉണ്ടോ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ മേലാത്തതുകൊണ്ട് നമുക്ക് ലീവ് ചോദിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് അവർക്ക് സമയം അനുസരിച്ച് വരിക. ചിലപ്പം രാവിലെ 6 മണിക്ക്, ഇപ്പം ആറ്റിങ്കൽ വന്നപ്പം രാവിലെ 6 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോകുമ്പോഴത്തേക്കും നമ്മൾ 5 മണിക്കുള്ള ബസ്സിന് 4 മണിക്കൊക്കെ റെഡിയായി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരും. എപ്പോഴായിരിക്കും പറയുന്നത് അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ റെഡിയാണെങ്കിൽ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ഈ ഏറ്റവും കുട്ടികൾക്ക് പറ്റിയ, എന്ന് വെച്ചാൽ തീരെ ചെറിയ കുട്ടികൾക്ക് പോലും പറ്റിയ ഒരു ഇതാണ് സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് അപ്പോൾ റോള് ചെയ്യുന്ന ഷൂ ഉണ്ട്, അതുപോലെ ഇൻലൈനും ഉണ്ട്. ഇൻലൈൻ നേരെ ഒരു ലൈൻ പോലെ തന്നെ അതിൻ്റെ 3 വീല് അല്ലെങ്കിൽ 4 വീല് വരുന്നതാണ് ഇൻലൈൻ പറയുന്നത്. അത് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. പക്ഷേ വൺസ് ബാലൻസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസി സ്പീഡും ഒക്കെയാണത്. അപ്പോൾ അത് സെപ്പറേറ്റാണ് എൻ്റെ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ തീരെ ചെറിയ കുട്ടികൾക്ക് വരെയും ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്, കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയ ഒരു സ്പോർട്സാണ് സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. അത് കുട്ടികൾ ചെയ്യുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇവർ സേഫ്റ്റിയൊക്കെ ആദ്യം ഉപയോഗിച്ചിട്ടാണ് ചെയ്തു തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് നല്ല കോൺഫിഡൻസ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോഴത്തേക്കും അതൊന്നും പറ്റത്തില്ല. നമുക്ക് നീ ബാൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അത് അവരുടെ നിൽക്കുന്ന ഒരു പോസ്റ്ററിനെ ബാധിക്കും. അപ്പോൾ അവർ കറക്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ഇപ്പോൾ ഇവർ ബെൻഡ് ചെയ്ത് മുന്നോട്ട് നമ്മുടെ എയ്റോപ്ലെയിൻ്റെ ഫ്രണ്ടിരിക്കുന്ന പോലെ ഷാർപ്പായിട്ടിരുന്നാലാണ് സ്പീഡിൽ പോകാൻ പറ്റുന്നതും വീഴാതിരിക്കുന്നതും. അപ്പോൾ നേരെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ക്രിസ്റ്റഫറിന് എപ്പോഴും പറ്റുന്നതാണ്, ബെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് എല്ലാ കോമ്പറ്റീഷനും ജയിക്കാറാകുമ്പോഴത്തേക്ക് വീഴുന്ന ഒരു സ്വഭാവം കക്ഷിക്കുണ്ട്. അപ്പം അതൊന്നും കാര്യമാക്കുന്നില്ല. കുട്ടികൾ തോക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ സ്പോർട്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. തോറ്റാലും അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നുള്ളത്. ആ ഒരു ഇമോഷൻ തരണം ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പം ചെറിയ കാര്യങ്ങൾക്ക് തളർന്നു പോകത്തില്ല. ക്രിസ്റ്റഫറിന് ഭയങ്കര പ്രശ്നമായിരുന്നു അതൊക്കെ. തോറ്റുപോയി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. തോറ്റുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരും. ചിലപ്പം മാത്രമുള്ള സങ്കടം വരാറുള്ളൂ. വീണാലും എണീറ്റ് പോരും. അപ്പോൾ അതൊക്കെയാണ് പഠിക്കേണ്ടതാണ്. പക്ഷേ ഇഞ്ചുറി വരാതെ നോക്കാൻ അത് എല്ലാ സ്പോർട്സിനകത്തും ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്പോർട്സ് ഇഞ്ചുറി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നന്നായിട്ട് എടുക്കണം. നല്ലപോലെ സ്ട്രെച്ച് ചെയ്യണം, നല്ല എക്സസൈസ് ചെയ്യണം, മസിൽ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്പോർട്സ് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കത് ഈ ഒത്തിരി ബാക്കിയുള്ള കോമ്പറ്റീഷൻസ് പോലെ ഇപ്പം ഓരോ ടീമിൽ സെലക്ട് ചെയ്ത് പോകുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതിനകത്ത് കുറവാണ്.
അല്ലാതെ നമുക്ക് ഇതുപോലുള്ള കോമ്പറ്റീഷനുകൾ അതിൽ നിന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ അടുത്ത ലെവൽ നാഷണൽ ലെവൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇത് ഗ്രേഡ്സ് മാർക്കൊക്കെ ഉണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിലും ഗ്രേഡ് മാർക്ക് കിട്ടും. പിന്നെ ഇവർക്ക് ഇതുപോലത്തെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഠിപ്പിക്കാനായിട്ട് വേറെ ഒരു ഇതിൻ്റെ കൂടെയാണെങ്കിൽ തന്നെ, ജോലിയുടെ കൂടെയാണെങ്കിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഹെൽത്ത് നോക്കും. കാർബോഹൈഡ്രേറ്റൊക്കെ അവോയ്ഡ് ചെയ്യും. നല്ലതുപോലെ സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും ഒക്കെ ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്ത് എന്താണ്, അപ്പോൾ അത് തന്നെയല്ല അവർ ഫിസിക്കൽ ആക്ടിവിറ്റി വരും. മൊബൈൽ തന്നെ ഇരിക്കാതെ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്തായാലും ഇതിനകത്ത് വരും. വേറെ കുട്ടികളുമായിട്ട് സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട്, പ്രോബ്ലംസ് തരണം ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഇത് പെട്ടെന്ന് അത്ര ഈസി ആയിട്ടുള്ളതല്ല. ഇത്രയും കുട്ടികളും ഇത്രയും പേരൻസൊക്കെ വരുന്ന ഓരോ സാഹചര്യമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഇവരുടെ കൂടെ കൂടി മിങ്കിൾ ചെയ്ത് പോകേണ്ടത്, എങ്ങനെയാണ് ഓരോരോ പ്രോബ്ലംസ് തരണം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊരു നല്ല ഐഡിയ വരും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഇതിന് പോവുക, പ്രാക്ടീസിന് പോവുക, അങ്ങനെ ഒരു ചിട്ടയൊക്കെ വരും കുട്ടികൾക്ക്. വെറുതെ ചിട്ടയില്ലാതെ പോകുന്നതിന് പകരം ഒരു ചിട്ടയൊക്കെ വരും. പിന്നെ താരതമ്യേന ചിലവ് കുറവ് ഇതിനാണ് ഞാൻ നോക്കിയിട്ട്. ബിക്കോസ് അതിൻ്റെ ഷൂവും ബെയറിങ്സിനൊക്കെ എമൗണ്ട് വരും. കോമ്പറ്റീഷൻ ഇറങ്ങണമെങ്കിൽ നല്ല ഷൂവും നല്ല ബെയറിങ്സൊക്കെ വേണം. അതല്ലാതെ ഇവർക്ക് പിന്നെ ആ ഇൻലൈനായിട്ടുള്ള ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സിനാണ് പിന്നെ ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അല്ലാതെ വലിയൊരു ചിലവ് മറ്റെല്ലാ സ്പോർട്സ് പോലെ ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ആ ഷൂ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം. പെട്ടെന്ന് പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും, ഇപ്പം ക്രിക്കറ്റ് ബാറ്റൊക്കെ മേടിക്കുമ്പം അത് കുറച്ച് കഴിയുമ്പം ഒടിഞ്ഞു പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതുപോലെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രാത്രിയായിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. പക്ഷേങ്കിൽ നല്ല രാത്രിയായിട്ടുണ്ട്. ഇതിപ്പോൾ തീരുമ്പം 10 മണിയെങ്കിലും ആകും. അത് കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇനി നാളെ രാവിലെ 6 മണിക്കാണ് വെക്കുന്നതെങ്കിൽ അന്നേരവും വരേണ്ടി വരും, റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ റെഡിയായിട്ട് വേണം എത്താൻ വേണ്ടിയിട്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ കോമ്പറ്റീഷൻസ് നടക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ഒക്ടോബർ മാസത്തിലാണ് റിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ക്രിസ്റ്റഫറിൻ്റെ കോമ്പറ്റീഷനാണിത്. 10 റൗണ്ടാണ് ഇവർക്ക് ഓടേണ്ടത്. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ സൈഡിൽ കാണിക്കുന്നുണ്ടായിരിക്കും ഓരോ കുട്ടികൾ. ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന കുട്ടി എടുക്കുന്ന റൗണ്ട് കഴിയുമ്പോൾ അവർ 9, 8, 7, 6, 5, 4, 3, 2 കഴിഞ്ഞ് ലാസ്റ്റത്തെ ആകുമ്പോഴത്തേക്കും അവർ ബെല്ല് റിങ് ചെയ്യും. റിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റൗണ്ടും കൂടിയാണ് അവരെടുക്കേണ്ടത്. അപ്പോൾ ഈ ഓടുന്നതിനിടയ്ക്ക് തന്നെ കൂടുതൽ കുട്ടികൾ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പുറകിലുള്ള കുട്ടി എണ്ണിക്കോണം എത്ര റൗണ്ടാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോമ്പറ്റീഷനകത്തും നമ്മുടെ ക്രിസ്റ്റഫറിനകത്ത് കാണുന്നുണ്ട്, അവൻ കുറേ പ്രാവശ്യം തെന്നി പോകുന്നുണ്ട്, വീഴാൻ പോകുന്നുണ്ട്. അവന് സ്ഥിരമായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്തും ഈ എല്ലാ കോമ്പറ്റീഷനും, ഇപ്പം നമ്മുടെ ആറ്റിങ്കലെ കോമ്പറ്റീഷനും സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേ വീണു. അവൻ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മറ്റു കുട്ടികളുടെ കൂടെ ചെന്നു സ്കേറ്റ് ചെയ്ത്. പക്ഷേ എന്നിട്ടും അവന് പോയി. അപ്പോൾ ഇതിനകത്തും നമുക്ക് കാണാം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അവൻ വീഴുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ റൗണ്ട് വരെ വന്നു കേട്ടോ. അത് സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട് ഏറ്റവും അവസാനത്തെ റൗണ്ട് വരെ നിന്നിട്ട് ഏറ്റവും അവസാനം റിങ് ആ ബെല്ലും കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ റൗണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വീണു നിന്നിട്ട് അവിടെ നിന്ന് ചാടി എണീറ്റ് വന്നത് ഫിനിഷ് ചെയ്തു. പക്ഷേ പ്രൈസൊന്നും കിട്ടിയില്ല. പ്രൈസിന് വേണ്ടി ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ആൾക്കൊരിച്ചിരി സങ്കടം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ സങ്കടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമുക്ക് സ്കേറ്റിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷനും സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ക്രിസ്റ്റഫറിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരേക്കും ബൈ.